Good afternoon, all of you. നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിലെ മൂന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ ആരംഭിക്കുകയാണ്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റീം ജനറേറ്റേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഭാഗത്തിലേക്ക് കിടക്കാം. സ്റ്റീം ജനറേറ്റേഴ്സ് ഓർ ബോയിലേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. ബോയിലർ ഈസ് എ ക്ലോസ്ഡ് വെസൽ ഇൻ വിച്ച് വാട്ടർ ഈസ് ഇവാപ്പറേറ്റഡ് ആൻഡ് സ്റ്റീം ഈസ് പ്രൊഡ്യൂസ്ഡ്. അതായത് നമ്മുടെ ബോയിലർ എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരു പവർ പ്ലാന്റ് നമ്മൾ എടുത്താലും, ഒരു തെർമൽ പവർ പ്ലാന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആയിക്കോട്ടെ, അവിടെയെല്ലാം ഈ ബോയിലർ എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ പാർട്ടാണ്. Boiler is an essential part, and moreover this boiler is a critical component. Why it is critical എന്ന് പറയാനുള്ള കാരണം, ഈ ബോയിലർ it consists of high pressure and a high temperature steam. High pressure high temperature steam contain ചെയ്യുന്നത് കൊണ്ട് ഈ ബോയിലർ ഒരു ക്രിട്ടിക്കൽ കമ്പോണന്റ് ആണ്. അപ്പം ബോയിലർ is a closed vessel which is used for producing the steam. Steam produce ചെയ്യാനാണ് നമ്മൾ ബോയിലേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ബോയിലേഴ്സ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ we can use in industries like cement production, food processing industries, paper, textile and n number of industries we are using boilers. Boilers നമ്മൾ ഒരുപാട് ഏരിയാസിൽ ഒരുപാട് ഇൻഡസ്ട്രീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എലമെന്റ്സിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ബോയിലറിൻ്റെ ഒരു ഷെല്ലുണ്ട്. ഷെൽ ഈസ് ദ ഔട്ടർ സെക്ഷൻ. ഔട്ടർ സെക്ഷൻ ഈസ് കോൾഡ് ഷെൽ. മാത്രമല്ല നിങ്ങൾക്കറിയാം, യു മേ ബി നോയിങ് ദാറ്റ് ബോയിലറിനകത്ത് വാട്ടർ ഈസ് ഫെഡ്. നമ്മൾ വാട്ടർ കൊടുത്തതിന് ശേഷം ഈ വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യും? This water is passing through over the flue gases. അപ്പോൾ ആ ഫ്ലൂ ഗ്യാസ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പസ്റ്റബിൾ പ്രോഡക്ട്സ് ആണ്. അതായത് കത്തിക്കണം, ഫ്യൂവലിനെ കത്തിക്കണം. അപ്പം ഫ്യൂവലിനെ കത്തിക്കുന്ന സ്ഥലമാണ് ഫർണസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഹീറ്റിംഗ് സോഴ്സ് ഉണ്ട്, പിന്നെ ഒരു സ്റ്റീം സ്പേസ് ഉണ്ട്. ദർ ആർ മൗണ്ടിങ്സ് ആൻഡ് ആക്സസറീസ്. വി വിൽ സീ വാട്ട് ഇസ് മൗണ്ടിങ്സ് ആൻഡ് ആക്സസറീസ് ഇൻ ദ ലാസ്റ്റ് സെക്ഷൻ ഓഫ് ദിസ് ക്ലാസ്. Okay. So now you got what is boiler. Boiler is a critical component which is used in power plants, which is used for producing steam. The main parts of the boiler are shell, furnace, heating surface, steam space, boiler mountings and boiler accessories, etc. Now let us see the classification of boilers. Generally the boilers are classified into fire tube boilers and water tube boilers. So this is one of the important classification, that is fire tube and water tube. Fire tube എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്ലൂ ഗ്യാസസ് അല്ലെങ്കിൽ കമ്പസ്റ്റബിൾ പ്രോഡക്ട്സ് ട്യൂബിലൂടെ കടന്നു പോവുകയും അതിന് ചുറ്റും വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ വാട്ടർ. അപ്പോൾ ട്യൂബിലൂടെ ഫയർ പോയാൽ ദാറ്റ് ഈസ് കോൾഡ് ഫയർ ട്യൂബ് ബോയിലർ. ഇനി ട്യൂബിലൂടെ വാട്ടർ ആണ് പോകുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് വാട്ടർ ട്യൂബ് ബോയിലർ. ദാറ്റ് ഈസ് ദ മെയിൻ ക്ലാസിഫിക്കേഷൻ. സോ ബോയിലറിനകത്ത് ട്യൂബ് ഉണ്ട്. ഈ ട്യൂബിലൂടെ നമ്മൾ കമ്പസ്റ്റബിൾ ഗ്യാസ് അല്ലെങ്കിൽ കമ്പസ്റ്റൻ ഗ്യാസ്, അതിനെയാണ് നമ്മൾ ഫയർ എന്ന് വിളിക്കുന്നത്. ഫയർ പോവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഫയർ ട്യൂബ് ബോയിലർ. ഫ്ലൂ ഗ്യാസസ് ഫ്ലോ ത്രൂ ദ ട്യൂബ്സ്. അതാണ് ഫ്ലൂ ഗ്യാസസ് ഫ്ലോ ത്രൂ ദ ട്യൂബ്സ് വിച്ച് ആർ സറൗണ്ടഡ് ബൈ ദ വാട്ടർ. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഫ്ലൂ ഗ്യാസിന്റെ ടെമ്പറേച്ചർ വളരെ ഹൈ ആണ്. അപ്പോൾ അതിനോട് ചുറ്റുവട്ടത്ത് ചുറ്റിലും നിൽക്കുന്ന വാട്ടർ എന്ത് ചെയ്യും? ഇവാപ്പറേറ്റ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് ഇസ് വാട്ടർ ട്യൂബ് ബോയിലർ. വാട്ടർ ട്യൂബ് ബോയിലറിന്റെ പേരിൽ തന്നെയുണ്ട് വാട്ടർ ഇൻ ദ ട്യൂബ്. വാട്ടർ ഇൻ ദ ട്യൂബ്. ഫയർ ട്യൂബ് ബോയിലർ എന്ന് പറഞ്ഞാൽ ഫയർ ഇൻ ദ ട്യൂബ്. Water flows through the tubes which are surrounded by the flue gas. So that is the classification based on the contents in the tube. And you remember this example. Fire tube boilers in the example on a simple vertical boiler, Cochran boiler, Lancashire boiler, Cornish boiler,
Scotch boiler, locomotive boiler, Velox boiler. So these are boilers which are used in many industries. Some of the names are mentioned according to fire tube boiler and water tube boiler. So let us see what are the water tube boilers: Babcock and Wilcox boiler, Yarrow boiler, Stirling boiler, Benson boiler, Lamont boiler, and Loeffler boiler. So remember the name of a water tube boiler and fire tube boiler. Okay, so next is a location of furnace. Furnace location അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് we can classify it is internally fired and externally fired boilers. Internally fired means the fuel is burned inside the shell or inside the boiler. It is internally fired. Externally fired means the boiler, the fuel is burned outside the boiler. Okay, normally fire tube boilers are internally fired, whereas water tube boilers are externally fired. Next is axis of the boiler. As per the axis of the boiler, it can be vertical boiler or horizontal boiler. Vertical boiler means the erect position is in vertical. Horizontal boiler means its axis is horizontal. Classification is continuing. Next is circulation of water, and that is very important. So normally we know that water will not flow from lower to higher. അതായത് ഒരു ലോവർ പ്ലേസിൽ നിന്ന് ഹയർ പ്ലേസിലേക്ക് വെള്ളം പോവില്ല. അങ്ങനെ പോകണമെങ്കിൽ we have to use a pump or we have to spend energy. So this circulation of water is natural means due to the density difference. നമുക്കറിയാം വെള്ളം ചൂടാകുമ്പോഴത്തേക്ക് അതിൻ്റെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറയുമ്പോഴത്തേക്ക് അത് കുറച്ച് മുകളിലേക്ക് പോകും. ഇത്തരത്തിൽ നാച്ചുറലി സർക്കുലേറ്റ് ചെയ്യുന്നതാണ് that is natural circulation boiler. Normally high pressure boilers are forced circulation. Forced circulation boiler എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ we are using a pump. നമ്മളൊരു പമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വാട്ടറിനെ ഫോഴ്സ് ചെയ്യും. that is forced circulation boiler. Example is given. Next is use. According to the use, it is classified as a stationary boiler. By the name itself we can see that stationary means it is stand still. അതൊരു സ്ഥലത്ത് എന്താണ്, അനങ്ങാതെ നിൽക്കുകയാണ്. That is boilers that are used in the power plants. Next is mobile boilers means it is moving. That is the boilers which are used in the locomotive and marine applications. That means it is moving from one place to another. So that is called as mobile boilers. Next is according to the pressure. As I have told you that in the first section, that is pressure boiler is a critical component whose pressure is very high. Normally as per the pressure it is classified as low pressure boiler and high pressure boiler. Low pressure boiler means if the pressure inside the boiler is 80 bar. You know, bar is a higher unit. 1 bar is equal to 10 raised to 5 Newton per meter square. So that is or 10 raised to 5 Pascal. So 80 bar. So you remember 1 atmospheric is approximately equal to 1 bar. 1.01325 bar. Exactly. So generally അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് 1 bar ആണ്. So compare that അതിന്റെ 80 times വരെയാണെങ്കിൽ ബോയിലറിനകത്തുണ്ടെങ്കിൽ, so that is regarded as low pressure boiler. Cochrane boiler and Cornish, locomotive etc. are low pressure boilers. Whereas high pressure boilers are a Lamont boiler, Velox boiler, Benson boiler, Babcock and Wilcox boiler. So one of the high pressure boiler will be discussing in this class itself. Okay. So next is specification and selection of a boiler. So when we go for to select a boiler, or when we
erect a boiler, what are the things that we see? Let us see that. One is purpose for which the steam is generated. So for what purpose the steam is generated? For running a steam turbine, for running a steam engine, or any other purpose. So that is the purpose is very important. Next is required rate of steam. So how many kilogram per hour? Kilogram per hour means 1 hour how many kilogram of steam, or how many specific volume or meter cube per hour. So both can be expressed. So required rate of steam, that is a production. Next is operating pressure. നമ്മൾ ലാസ്റ്റ് പറഞ്ഞാണ് 80 ബാറിൽ കുറവാണെങ്കിൽ ലോ പ്രഷർ, 80 ബാറിൽ കൂടുതലാണെങ്കിൽ that is called as high pressure. Next is quality of steam. Quality of steam means it is that is saturated or superheated. Saturated means normally when we know that when water is heated, it turns into steam. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിലാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ, അതായത് 1 അറ്റ്മോസ്ഫിയർ, ദാറ്റ് ഈസ് 1 ബാർ, 1 ബാറിലാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. So that steam is called saturated steam. When it is again heated, so its enthalpy or heat content is increased. So that heat is called superheated steam. Next is type of load. If it is for steady means there is no change with respect to the time. Fluctuating means it is continuously changing with respect to the time. So next is type of fuel, solid, liquid or gaseous fuel, which type of fuel is used. Then next specification is space available for installation. The last one is initial cost. So these are the specification and selection of. So the comparison between fire tube and water tube boiler. Fire tube boiler, hot gas flow through the tubes, fire in tube. Whereas in the water tube means water in tube. Tubelude water പോകുന്നു, fire tube ആകുമ്പം tubelude fire ആണ് പോകുന്നു. Fire means combustible gases, combustion gases. Hot gas flow through the tubes which is surrounded by water. In the case of water tube boiler, water is flowing through the tubes. Next comparison is fire tube. In the case of fire tube, large water storage capacity is there, but in the case of water tube, it is having low water storage capacity. Next is rate of steam production is limited, that is only 9,000 kilogram per hour. Steam can be produced in a fire tube boiler, but in the case of water tube boiler, it can create, or the steam production rate is very high. Next is operating pressure. It's this fire tube boiler can operate only up to 25 bar, where in the case of water tube boiler, the operating pressure is up to 200 bar. Next is operating efficiency. In the case of fire tube boiler, it is 80%. In the case of water tube boiler, it is 92%. Next is advantages. Advantages of fire tube boiler, that is, it is having the initial cost is very low. It is very simple, free circulation of water, easy maintenance, and more accessibility to repairs. But in the case of water tube boilers, high mass production, we are getting high mass production. These are the advantages. High operating pressure, best suited for marine applications, and a high overall efficiency. It is also quick starting. Comparison continues. Fire tube boiler disadvantages. So we know that there are some disadvantages also. That is, let us see. The first one is disadvantages of fire tube boiler is, one is it is a bigger size, the time rate of evaporation is low, and a low mass flow rate. So that means we are getting low mass of steam outside. In the case of water tube boiler, that is a complicated construction. Why it is complicated? In the sense that so water is flowing through the tubes. Suppose if water is contaminated, this
tubes will be damaged due to corrosion and all. So that is a problem. So once it is so in that sense it is complicated, and it is a high initial cost, formation of scales inside the tubes, that is caustic embrittlement. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. കാരണം ഏതെങ്കിലും കാരണവശാൽ ഈ ട്യൂബ്സിലൂടെ വാട്ടറാണ് പോകുന്നത്. ഈ വാട്ടറിനകത്ത് ഒരുപാട് അസിഡിക് ആയിട്ടും ആൽക്കലി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇത് സെഡിമെന്റ്സ് ആയിട്ട് അടിഞ്ഞു കൂടി കഴിയുമ്പോഴത്തേക്ക് വിച്ച് വിൽ ഡാമേജ് ദി ട്യൂബ്സിനെ ഡാമേജ് ചെയ്യും. കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കോസ്റ്റിക് embrittlement. Okay, caustic embrittlement. Fire tube boiler and example again it is given, and in the case of water tube boiler example is given. Okay, so let us see modern high pressure boilers. Nowadays in the power plants we are using that is high pressure boilers. The advantages of using high pressure boiler is that produces steam above critical value. So you remember this critical value, that is 221.2 bar, and temperature is 374 degrees Celsius. Actually, what is the relevance of this critical value? So you may be knowing that നമ്മളിപ്പോൾ വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ ഒരു 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ ഈ വെള്ളം വീണ്ടും കുറേ നേരം എടുക്കും അത് നീരാവിയായി പോകാനായിട്ട്, അല്ലേ? സപ്പോസ് ഇത് സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ നടക്കുന്ന പ്രതിഭാസമാണ്. എന്നാൽ നിങ്ങൾ പ്രഷർ കൂട്ടി കഴിഞ്ഞാൽ ടെമ്പറേച്ചറും കൂടും, ബോയിലിംഗ് പോയിന്റും കൂടും. പക്ഷേ ഈ വെള്ളം നീരാവിയാകാൻ എടുക്കുന്ന സമയം കുറയും. വീണ്ടും നിങ്ങൾ പ്രഷർ കൂട്ടുന്നു, അപ്പോൾ വീണ്ടും ഈ വെള്ളം 100 ഡിഗ്രിയിലുള്ള അല്ലെങ്കിൽ ആ ബോയിലിംഗ് പോയിന്റിലുള്ള വെള്ളം നീരാവിയാകാൻ എടുക്കുന്ന സമയം കുറയും. അങ്ങനെ നിങ്ങൾ പ്രഷർ കൂട്ടി ഈ ഒരു പ്രഷറിൽ എത്തി കഴിയുമ്പോൾ, അതായത് ഈ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണത്. ഇപ്പം നമ്മളിപ്പോൾ 1 ബാർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ മർദ്ദമല്ലേ, ആ 1 ബാറിനാണ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. അതുപോലെ 221.2 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ് 374 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രഷറിലോട്ട് നമ്മളിപ്പം വെള്ളത്തെ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ടെമ്പറേച്ചറിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, ബോയിൽ ചെയ്യുന്നത്. അപ്പം ഇമ്മീഡിയറ്റ്ലി ഇറ്റ് സ്റ്റാർട്ട് കൺവേർട്ടിങ് ഇൻ ടു സ്റ്റീം. ദർ ഈസ് നോ ട്രാൻസിഷൻ ഫേസ്. അതൊരു ട്രാൻസിഷൻ ഫേസ് ഇല്ല. അപ്പം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ നമുക്ക് കുറച്ച് ഹീറ്റ് ഗെയിൻ ഉണ്ടാവും. ഞാൻ അതിനെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല തൽക്കാലം. അതാണ്. സോ ദാറ്റ് ഈസ് എ ക്രിട്ടിക്കൽ വാല്യൂ. സോ ദിസ് ഇസ് ദ പ്രഷർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ തെർമൽ എഫിഷ്യൻസി നമുക്ക് കൂടുതലായിരിക്കും ഏതിന്റെ, ഹൈ പ്രഷർ ബോയിലേഴ്സിന്റെ. പിന്നെ നമുക്ക് മെത്തഡ് ഓഫ് വാട്ടർ സർക്കുലേഷൻ എബവ് 160 ബാർ ഫോഴ്സ്ഡ് സർക്കുലേഷൻ എന്നാണ് നമ്മൾ സാധാരണയായിട്ട് ഇത്തരം ബോയിലറിൽ ഉപയോഗിക്കുന്ന. ഫോഴ്സ്ഡ് സർക്കുലേഷൻ ആണ്. നാച്ചുറൽ സർക്കുലേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അറേഞ്ച്മെന്റ്സ് ഓഫ് ഡ്രംസ് ആൻഡ് ട്യൂബ്സ്, സ്മോൾ സ്റ്റീം ഡ്രംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിംഗിൾ ട്യൂബിംഗ് വിത്ത് പാരലൽ കണക്ഷൻ ഈസ് യൂസ്ഡ്. ഇംപ്രൂവ്ഡ് മെത്തഡ് ഓഫ് ഹീറ്റിംഗ് ദ ഫീഡ് വാട്ടർ ബൈ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. നമ്മൾ സൂപ്പർ ഹീറ്റഡ് സ്റ്റീമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ലേറ്റന്റ് ഹീറ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എന്താണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വെള്ളം നീരാവി ആകുന്നതിന് ഇടയ്ക്കുള്ള സമയം എടുക്കുന്നെന്ന് പറഞ്ഞില്ലേ, അത്രയും സമയം നമ്മൾ ഇതിനെ ചൂടാക്കിക്കൊണ്ടിരിക്കണം. ആ ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് റിസീവ് ചെയ്യുന്ന ഹീറ്റിനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അതായത് അവസ്ഥാ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ട്രാൻസ്ഫർമേഷൻ ഫ്രം വൺ ഫേസ് ടു അനദർ, ആ സമയത്ത് സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന ഹീറ്റിനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് വി സി എ ലാമോണ്ട് ബോയിലർ. ലാമോണ്ട് ബോയിലർ ഈസ് എ ഹൈ പ്രഷർ ബോയിലർ. It is a water tube boiler. Lamont boiler is a water tube boiler. It is a forced circulation. Forced circulation means എന്താണ്, നമുക്ക് പമ്പ് ഉപയോഗിച്ചിട്ടാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഹൈ പ്രഷർ ബോയിലേഴ്സ്. ഇപ്പം സ്റ്റീം ജനറേറ്റിംഗ് കപ്പാസിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഈ ഫിഗറിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ നമുക്കൊരു ഇവിടെയാണ് നമ്മൾ ദിസ് പോർഷൻ ഇസ് ടേംഡ് ആസ് ദ ഫർണസ് പോർഷൻ. ദിസ് ഈസ് ദ ഷെൽ. ഇപ്പോൾ ഇവിടെ നമുക്കൊരു 3 സർക്യൂട്ട് നോക്കാം. ഒന്നാമത്തെ സർക്യൂട്ട് ഇതാണ്.
Okay, that is economizer. അവിടെ നിന്ന് വന്നിട്ട് രണ്ടാമത്തെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. This is the second circuit. This is the second circuit. Sorry, അത് വരുന്നത് ഇങ്ങനെയാണ്, and ഇങ്ങനെ വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ വരും. മൂന്നാമത്തെ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ സ്റ്റീം വീണ്ടും ഇങ്ങോട്ട് പോയി. Okay, so this is the third circuit. Once you know this three circuits, then this Lamont boiler is okay. So once again, അതായത് ഈ വരുന്ന ഫീഡ് വാട്ടർ ഈ പമ്പിലൂടെ കയറി ഇതിനകത്ത് എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് ഫ്ലൂ ഗ്യാസസ് ആണ് വരുന്നത്, മുകളിലേക്ക് വരുന്നത്. ഈ ഫ്ലൂ ഗ്യാസ് ഈ വരുന്ന ഫീഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം, ഇതിനകത്ത് കൊടുക്കുന്ന വെള്ളം ഇതിലൂടെ കയറി ഈ ട്യൂബിങ്ങിലൂടെ കയറി ഇത് എവിടെ വരും? ഇവിടെ വരും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാവും. അപ്പം അതായത് ഈ വാട്ടറിനെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ എക്കണോമൈസർ എന്ന് പറയുന്നത്. എക്കണോമൈസർ ഈസ് എ ഫീഡ് വാട്ടർ പ്രീഹീറ്റർ. പ്രീഹീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഹീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഹീറ്റ് ചെയ്യുക, അതാണ് പ്രീഹീറ്ററിന്റെ ഫങ്ഷൻ. അപ്പം നമ്മൾ ഇവിടെ ഇതിനെ നമ്മൾ ഇതിലൂടെ കയറിയിട്ട് ഇതിലൂടെ വന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് എക്കണോമൈസറിലൂടെ കയറി ഈ വെള്ളം ചൂടായി. ഈ വെള്ളം നമ്മൾ വീണ്ടും ഈ പമ്പ് വഴി, സർക്കുലേറ്റിംഗ് പമ്പാണ്, ഈ പമ്പിലൂടെ കയറി എവിടെയാണ്? ദിസ് ഈസ് ദ മെയിൻ ഇവാപ്പറേറ്റർ അല്ലേ? ഈ ഇവാപ്പറേറ്ററിലൂടെ ഇത് ട്യൂബിംഗ് ആണ്, ഈ ട്യൂബിങ്ങിലൂടെ കയറി വീണ്ടും ഇത് എവിടെ വരും? ഇവിടെ വരും. അപ്പോഴത്തേക്ക് ഇത് ഓൾമോസ്റ്റ് സാച്ചുറേറ്റഡ് സ്റ്റീം ആവും. ഈ സ്റ്റീം വീണ്ടും നമ്മൾ തന്നെ ഉണ്ട് ഈ ട്യൂബിലൂടെ കടത്തി, അതിനെ സൂപ്പർ ഹീറ്റർ എന്നാണ് പറയുന്നത്. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് സൂപ്പർ ഹീറ്റർ. എന്നിട്ട് ഈ സൂപ്പർ ഹീറ്റർ വീണ്ടും ഈ സ്റ്റീം ആയതിനെ വീണ്ടും നമ്മൾ ചൂടാക്കി അതിനെയാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. ഓക്കെ, ദിസ് ആർ ദ ത്രീ സർക്യൂട്ട്സ് ഓഫ് ലാമോണ്ട് ബോയിലർ. വൺസ് അഗെയിൻ, ആദ്യം നമ്മൾ ഒരു ഫീഡ് വാട്ടർ വെള്ളം വന്നിട്ട് എക്കണോമൈസറിലൂടെ വന്ന് ഒന്ന് ചൂടായി ജസ്റ്റ് ഈ ഡ്രമ്മിലേക്ക് വരുന്നു. ഡ്രമ്മിൽ നിന്ന് വീണ്ടും ഒരു പമ്പ് വഴി നമ്മളെവിടെ ഇവാപ്പറേറ്റർ ട്യൂബിലൂടെ കയറി അതിനെ സ്റ്റീമാക്കി ഇവിടെ കൊടുക്കുന്നു. ആ സ്റ്റീമിനെ വീണ്ടും നമ്മൾ സൂപ്പർ ഹീറ്ററിലൂടെ കോയിലിലൂടെ കടത്തിവിട്ട് വീണ്ടും ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിലേക്ക് ചൂടാക്കി നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. റിമെമ്പർ, ലാമോണ്ട് ബോയിലർ is a water tube boiler, it is a forced circulation boiler, it is a high pressure boiler. Okay, now ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ലാമോണ്ട് ബോയിലർ is a high pressure water forced circulation boiler in which water is circulated through an external pump through long closely spaced tubes of small diameter. This pump is employed in order to have adequate and positive circulation in steam and hot water boiler. A Lamont boiler consists of several parts: economizer, centrifugal pump, evaporator tube, grate, furnace, superheater, water steam separator drum, air preheater. അപ്പോൾ എക്കണോമൈസർ എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രീഹീറ്റർ, അതുപോലെയാണ് ഈ എയർ പ്രീഹീറ്റർ എന്ന് പറയുന്നത്. Then we have a centrifugal pump. And evaporator tube is there, grate is there, furnace is there, superheater is there. Okay, economizer, we know that it is used for heating the water. The feed water നമ്മൾ എക്കണോമൈസറിൽ കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ബോയിലർ ഡ്രമ്മിലേക്ക് വരുന്നു. എക്കണോമൈസർ എന്താണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Then next is centrifugal pump. Centrifugal pump ഫോഴ്സ്ഡ് സർക്കുലേഷന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചില കേസിൽ നമ്മൾ സ്റ്റീം ടർബൈൻ ഉപയോഗിച്ച് തന്നെ സെൻട്രിഫ്യൂഗൽ പമ്പ് റൺ ചെയ്യും. The next is evaporator tube. The main function of these tubes is to evaporate water into steam. ഈ സ്റ്റീമിനെ മെയിൻ ആയിട്ടും വാട്ടറിനെ സ്റ്റീമാക്കി കൺവേർട്ട് ചെയ്യുന്നത് ഇവാപ്പറേറ്റർ ട്യൂബാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇസ് grate. Grate in the sense means it is a space in the furnace where fuel is burned cold. അതായത് എവിടെയാണോ ഈ ഫർണസിൽ ഫ്യൂവൽ ബേൺ ചെയ്യുന്നത് and that portion is called grate. It is placed at the bottom side of the furnace. സാധാരണയായിട്ട് ഫർണസിന്റെ ബോട്ടം സൈഡിലാണ്. So what is furnace? Furnace in a Lamont boiler vertical in the Lamont boiler vertical furnace is used. So in the Lamont boiler, the high pressure boiler, vertical furnace is used. The main function of furnace is to burn the fuel. Superheater. The steam generated by the evaporator is saturated steam.
So that you remember, it is saturated, just steam. It is, if it is directly fed, used, the steam turbine cannot cause corrosion because this steam, saturated steam, condensed very easily. ഇത് ഈ സാച്ചുറേറ്റഡ് സ്റ്റീം പെട്ടെന്ന് തന്നെ കണ്ടൻസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? അത് വാട്ടറായിട്ട് മാറും. നമ്മൾ സ്റ്റീം ടർബൈനിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ ബ്ലേഡിനെയൊക്കെ എന്ത് ചെയ്യും? കൊറോഡ് ചെയ്യും. So the saturated steam sends to the upper, this is not upper heater, superheater, where it can increase the temperature of the steam. Okay. The next is water separated drum. So the steam separator is situated outside the boiler, so we can see a drum. Next is air preheater. So as you know that for every combustion air is required. The main function of air preheater is to heat the air before entering into the furnace. നമ്മൾ ഫർണസിലേക്ക് കയറുന്നതിന് മുമ്പ് ഇത് ചൂടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ. This is working principle of Lamont boiler. Lamont boiler works on the principle of forced circulation. അതായത് forced circulation we are using a pump. പമ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാട്ടറെ സർക്കുലേറ്റ് ചെയ്യുന്നത്. Its working totally depends on pump. The centrifugal pump circulates the mixture of steam and water through small diameter tubes of the boiler. A feed pump forces the water to the economizer. First the economizer പോയിട്ട് തിരിച്ചു വരുന്നു. This water is forced through the evaporator. വീണ്ടും ഈ വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യും? This is forced through the evaporator. Water passes 10 to 15 times to the evaporator tube. ഈ 10-15 തവണ evaporator ട്യൂബിലൂടെ കയറി ഇറങ്ങുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും? Which turns into steam. The mixture of saturated steam and water is formed inside the tube. This mixture sends to the steam separated drum which is outside the boiler. Steam from the separator sends to the superheated. The next step is steam from the separator sends to the superheated, where the saturated steam, that is very important, superheated, superheated വെച്ചിട്ട് saturated steam converted into superheated steam, that is very important. The water again sends to the economizer, where again passes by the evaporator, and this process is continuous. Okay, that is the working principle. Advantages of Lamont boiler. Lamont boiler can generate a high amount of steam. Steam production rate is very high. It is easy to start, quick start ആണ്. The construction designs of Lamont boiler is very simple and easy to understand. High evaporation rate, that is 45,000 to 70,000 kilogram per hour steam is produced. So this boiler can resemble with the natural circulation boiler. It is a high heat transfer rate. It is flexible in design. Disadvantages of Lamont boiler. The main disadvantage of Lamont boiler is bubble formation on the tube, which reduces the heat transfer rate. For this reason, a little problem with the total amount of heat generation. So that is the case of a Lamont boiler. Next is boiler mountings and accessories. See, before going into that, I'll see that that is what is car accessories. Suppose നമ്മളിപ്പോൾ ഒരു കാർ മേടിക്കുകയാണെങ്കിൽ ഈ കാറിനകത്ത് ഒരുപാട് ഫ്ലോർ മാറ്റ്, സ്റ്റിയറിംഗ് കവർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട്, മഡ് ഫ്ലാപ്പ്. അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇല്ലെങ്കിലും എന്ത് ചെയ്യും? കാർ ഓടും. ഇത് ഒരു അനോളജി പറയുകയാണ്. സോ ദീസ് ആർ ആക്സസറീസ് വിച്ച്, അപ്പോൾ കാറിൻ്റെ കേസിലാണെങ്കിൽ ഈ ആക്സസറീസ് എന്ന് പറയുന്നത് നമ്മളൊരു ഈസ്തറ്റിക് ലുക്കിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പം ആക്സസറി എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ആക്സസറീസ്. മൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീല് 4 വീലുള്ള വണ്ടിക്ക് ഒരു വീലില്ലാണ്ട് പോകാൻ പറ്റില്ല, ശരിയല്ലേ? വിച്ച് ഈസ് മൗണ്ടഡ്. അപ്പൊ അത് മൗണ്ടിങ് ആണ്, എസെൻഷ്യൽ ആണ്, ഒഴിവാക്കാൻ പറ്റില്ല, ഒഴിവാക്കിയിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അതാണ് ഇത് മൗണ്ടിങ് എന്ന് പറഞ്ഞത്, അല്ലേ? അപ്പം ഈ ബോയിലറിന്റെ കേസിലും ഇതേപോലെ തന്നെയാണ്. മൗണ്ടിങ് മീൻസ് എന്താണ്? എസെൻഷ്യൽ വിച്ച് ഈസ് റിക്വയർഡ് ഫോർ ദ ഫങ്ഷനിങ്. ബോയിലർ മൗണ്ടിങ്സ് ആർ പാർട്ട് ഓഫ് ദ ബോയിലർ ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ്. അതായത് ഒരു ബോയിലർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ സേഫ് ആയിട്ട്, ഞാൻ പറഞ്ഞു നേരത്തെ ബോയിലർ ഈസ് എ ക്രിട്ടിക്കൽ കമ്പോണന്റ്,
അപ്പോൾ അത് സേഫായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറേ സാധനങ്ങൾ നമുക്ക് ബോയിലറിൻ്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യണം. അതിൽപ്പെട്ട സാധനങ്ങളാണ് ഈ ബോയിലർ മൗണ്ടിങ്സ് എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് സ്റ്റീം സ്റ്റോപ്പ് വാൽവ്, വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ. വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് എത്ര വെള്ളമുണ്ട്, ഈ വെള്ളത്തിൻ്റെ ലെവൽ താന്നു പോയാൽ ബോയിലർ ഓവർ ഹീറ്റ് ആയിട്ട് എന്ത് സംഭവിക്കും, ബോയിലർ ബേസ്റ്റ് ആവും. അപ്പോൾ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ഈസ് എസെൻഷ്യൽ. വിത്തൗട്ട് ദിസ് വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ യു കനോട്ട് റൺ എ ബോയിലർ. ആൻഡ് നെക്സ്റ്റ് ഇസ് പ്രഷർ ഗേജ്. നമുക്കറിയാം പ്രഷർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വൺസ് ദ പ്രഷർ എക്സീഡ് ദറ്റ് വാല്യൂ ഇറ്റ് വിൽ ബേസ്റ്റ്, പൊട്ടിത്തെറിക്കും. അപ്പം പ്രഷർ ഗേജ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ഇസ് ഫ്യൂസിബിൾ പ്ലഗ്. ഫ്യൂസിബിൾ പ്ലഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് ഒരു പരിധിയിലും കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്യൂസിബിൾ പ്ലഗ് ഫ്യൂസ് ആയിട്ട് പോയിട്ട് ഫർണസ് കട്ട് ഓഫ് ചെയ്യും. ദെൻ സേഫ്റ്റി വാൽവ്സ് ആർ ദെയർ. സോ ദിസ് all are the parts which are essential, which you cannot substitute. But accessories means they are additional auxiliary components ആണ് installed to increase the efficiency of the steam power plant. ഒരു സ്റ്റീം പവർ പ്ലാന്റിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് എന്ത്? These are all called boiler accessories. They improve the working condition and help the maximum utilization of steam heat energy from the flow gases. For example, air preheater. എയറിനെ ഒന്ന് ചൂടാക്കി വിടുന്ന ജോലിയാണ് എയർ പ്രീഹീറ്റർ ചെയ്യുന്നത്. എയറിനെ ചൂടാക്കി വിട്ടില്ലെങ്കിലും നമുക്ക് ഫ്യൂവൽ കത്തിക്കാൻ പറ്റും, പക്ഷേ എഫിഷ്യൻസി കുറവായിരിക്കും. എക്കണോമൈസർ ഇല്ലെങ്കിലും നമുക്ക് എന്ത് പറ്റും, നമുക്ക് സ്റ്റീം കിട്ടും, ബട്ട് ദ എഫിഷ്യൻസി വിൽ ബി ലെസർ. സൂപ്പർ ഹീറ്റർ ഇല്ലെങ്കിലും നമുക്ക് സ്റ്റീം കിട്ടും. എന്താണ് സൂപ്പർ ഹീറ്റർ ഈസ് ആൻ ആക്സസറി. ഫീഡ് പമ്പ് ഇല്ലാതെയും നമുക്ക് നാച്ചുറൽ സർക്കുലേഷൻ വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ പ്രൊഡ്യൂസ് സ്റ്റീം. ബട്ട് ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഇറ്റ്സ് എഫിഷ്യൻസി will be less. So these are all the topics which we have discussed today. In this class we have discussed about boilers, steam boilers. Steam boilers are critical components which are used in the steam power plant. Steam boilers are classified mainly into fire tube boilers and water tube boilers. Fire tube boiler means fire in tube, that is ട്യൂബിൽ ഫയർ ആണ്, ഗ്യാസ് ആണ്, ചൂട് പിടിച്ച കത്തിയ വാതകങ്ങളാണ്. water tube boiler means water in tubes. So then we have seen that the comparison of water tube and fire tube boilers. Then we have discussed about the high pressure boilers. High pressure boilers, one of the high pressure boiler, that is Lamont boiler, we have discussed in detail the working principle of Lamont boiler we have seen in this class. Okay, so today I'm concluding here. So we will be back with another section in the next class. Okay, so bye all of you. Thank you.